ഇത് കൈതച്ചക്കയുടെ ലീഫാണ് കേട്ടോ. ഇത് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചതാണ്. നന്നായിട്ട് വേരൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. അതുപോലെ തന്നെ കാക്ടസ് ആണത്. ഇതിന് എപ്പോഴും മേലെ കൂടി വെള്ളം ഒഴിച്ചെടുക്കാൻ പാടില്ല. നമ്മൾ അതിൻ്റെ ചുവട്ടിൽ മാത്രം വെള്ളം ഡ്രൈ ആകുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. സ്നേക്ക് പ്ലാന്റ് പകൽ സമയങ്ങളിലും രാത്രികാലങ്ങളിലും ഓക്സിജനെ പുറത്തു വിടുന്നത് കൊണ്ട് നമ്മുടെ വീടിനുള്ളിൽ ശുദ്ധവായു ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. ചെറിയ തോതിലുള്ള വെളിച്ചവും വെള്ളവുമാണ് സ്നേക്ക് പ്ലാന്റിന് ആവശ്യം. അതിനാൽ തന്നെ അത് എളുപ്പത്തിൽ വീട്ടിനുള്ളിൽ വളർത്താൻ സാധിക്കും. ഈ ചെടിയുടെ പേരാണ് ഫിലോഡൻഡ്രൻ ബേൾമാക്സ്. ഇത് വെള്ളത്തിലും മണ്ണിലും വളർത്താൻ പറ്റിയ ചെടിയാണ് കേട്ടോ. വെള്ളത്തിൽ ഇതുപോലെ ഇത് കുറേ വർഷം പഴക്കമുണ്ട് ഈ ചെടിക്ക്. പക്ഷേ ഇത് മണ്ണിലും അതേപോലെ നല്ലോണം തിക്കായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഇതിനൊന്നും കൂടുതലൊരു സംരക്ഷണം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളവും മണ്ണും തന്നെ മതി, ധാരാളമാണ് ഈ ചെടിയൊക്കെ ഉണ്ടാക്കാൻ. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ പേരാണ് ബോട്ട് ലില്ലി. ഇതിപ്പോൾ അടുത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇനി നല്ലോണം തിക്കായിട്ട് ഫുള്ളായിട്ട് ഇതിൽ വളർന്നു വരും. മണി പ്ലാന്റാണ്. ഇതിലിങ്ങനെ ചുറ്റി പിടിപ്പിച്ചതാണ്. ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയാണല്ലേ കാണാൻ. ഇത് അരേലിയ പ്ലാന്റ്. ഇതിങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ തിക്കായിട്ട് വളർന്നിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് പിന്നെ സ്നേക്ക് പ്ലാന്റ്. ഇതെല്ലാം സ്നേക്ക് പ്ലാന്റാണ്. സീസി പ്ലാന്റ് ആണ്. വീടിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയല്ലേ ഇത് വെച്ച് പിടിപ്പിച്ചാൽ കാണാൻ. പിന്നെ ഇവിടെ ലീഫി ഗാർഡൻ എന്നൊക്കെ പറയാം. ഫുള്ള് ലീഫാണ്. പൂവുള്ള ചെടികൾ വളരെ കുറവാണ്. വെയിലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ചെടികൾ പിടിപ്പിച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല കളറിൽ വരും ചെടിയുടെ ലീഫെല്ലാം. ഇതിനൊരു കെയറിങ്ങിന് ആവശ്യമൊന്നുമില്ല. കുറച്ച് മണ്ണും വെള്ളവും തന്നെ മതി. നമുക്ക് ചെടിയുടെ ഇങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കാനൊക്കെ കൊണ്ടു നടക്കാനൊക്കെ പറ്റാത്തവർക്ക് പറ്റിയ ചെടികളാണ് ഇതെല്ലാം. നല്ലോണം ഭംഗിയായിട്ട് തന്നെ ഇങ്ങനെ വളർന്നോളും. വെയിലുള്ള സ്ഥലത്താണ് ഇങ്ങനെ ഈ ചെടികൾ നല്ല ഭംഗിയുണ്ടാവും. ഇലകൾക്കൊക്കെ നല്ല കളറ് വരും. വെയിൽ കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത്. ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലെ ചെടികളിൽ കൂടുതലും ലീഫി പ്ലാന്റ്സ് ആണ്. ഇത് ലില്ലി. ഇത് പൂവിടാറുണ്ട്. പിന്നെ ഇതും അരേലിയ പ്ലാന്റ് തന്നെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.